ഹായ്, ചാപ്റ്റർ 9 ഇന്റർനാഷണൽ ട്രേഡിന്റെ യൂണിറ്റ് 1-ലെ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന പോർഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രീവിയസ് പോർഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കാത്തവർ അതൊന്ന് കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പോർഷനിലേക്ക് കടക്കാം. Important theories of international trade. You might have noticed that many goods and services are imported by us because they are not produced in our country for various reasons. നമുക്കറിയാം ഗുഡ്സും സർവീസസും ഓരോ കൺട്രിയിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കാരണം? അതായത് വേരിയസ് റീസൺസ് കൊണ്ട് ആ കൺട്രിയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഹൗവർ വി ഡു ഇമ്പോർട്ട് മെനി തിങ്സ് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ് ഓർ ബീയിങ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ അവർ കൺട്രി. ഇതിലെന്താ പറയുന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ എന്തിനാണ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ കൺട്രിയിൽ ആ തരത്തിലുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറെ കൺട്രിയിൽ നിന്ന് ആ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മുടെ കൺട്രിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് തന്നെ നമ്മൾ വേറെ കൺട്രിയിലിരുന്ന് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? വൈ ഡു വി ഡു സോ? ഈസ് ഇറ്റ് ബെനിഫിഷ്യൽ ടു എൻഗേജ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്? ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നതിലുള്ള ബെനിഫിഷ്യൽ എന്താണ്? അതാണ് ഇതിൽ മെയിനായിട്ട് ചോദിച്ചേക്കുന്നത്. ദ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വിച്ച് വി ഡിസ്കസ് ഇൻ ദ ഫോളോയിങ് സെക്ഷൻസ് പ്രൊവൈഡ് ആൻസർ ടു ദീസ് ആൻഡ് അതർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ആയിട്ടാണ് താഴെ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് തന്നേക്കുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസിനുള്ള ഡൗട്ട് നമുക്ക് ക്ലിയർ ആകും. അപ്പം നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് തിയറിയിൽ ഫസ്റ്റ് തിയറി നോക്കാം. Mercantilist view of international trade. Mercantilism, which is derived from the word mercantile, trade and commercial affairs. Mercantilism എന്ന ടേം മെർക്കൻറ്റൈൽ എന്ന വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്താണ്? ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ്. Mercantilism is the economic policy trending in Europe from the 16th to 18th century, where government used power to control industry and trade with the theoretical belief that national power is achieved and sustained by having constant large quantities of export over imports. ഇതിൽ മെയിനായിട്ട് പറയുന്നത് 16th to 18th സെഞ്ചുറി വരെ യൂറോപ്പിലെ ട്രെൻഡിങ് ആയിട്ടിരുന്ന ഒരു എക്കണോമിക് പോളിസിയാണ് മെർക്കന്റിലിസം. അവിടെ ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയായിരുന്നു? ഗവൺമെന്റ് യൂസ് പവർ ടു കൺട്രോൾ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഗവൺമെന്റ് ഇൻഡസ്ട്രീനെയും അതേപോലെ ട്രേഡിനെയും കൺട്രോൾ ചെയ്തിരുന്നു. അത് എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്തത്? വിത്ത് ദ തിയറിറ്റിക്കൽ ബിലീഫ് ദാറ്റ് നാഷണൽ പവർ ഈസ് അച്ചീവ്ഡ് ആൻഡ് സസ്റ്റൈൻഡ് ബൈ ഹാവിംഗ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് എക്സ്പോർട്ട് ഓവർ ഇമ്പോർട്ട്സ്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ ടൈം പീരീഡിൽ ഗവൺമെന്റ് ബിലീവ് ചെയ്തു എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാളും കൂടുതലായിട്ടിരുന്നെങ്കിൽ, ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ നാഷണൽ പവർ എന്താകും? നാഷണൽ പവർ അച്ചീവ് ആകും, അതേപോലെ സസ്റ്റൈൻമെന്റ് ഉണ്ടാകും. അതവർ ബിലീവ് ചെയ്തിരുന്നു. ദിസ് അലോസ് ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽ, ലേബർ, ക്യാപിറ്റൽ, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് അക്രോസ് നാഷണൽ ബൗണ്ടറീസ് ആൻഡ് മാർക്കറ്റ്. അതുകൊണ്ട് അവർ കൂടുതലായിട്ടെല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. Thus resulting in mercantilism as the earliest international economic system that proposes massive and aggressive export over import to accumulate wealth, to have favorable balance of payment and trade, and to be still relevant in the today's economy. ഇതിൽ എന്താ പറയുന്നത്? ഈ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു സ്പെസിഫിക് ടൈം പീരീഡിലുള്ള എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ഡിഫറൻസ്, അല്ലെങ്കിൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റിൽ റെലവെന്റ് എന്ന് പറയുന്നത്? കാരണം അത് നമ്മുടെ കൺട്രീനെ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്ത തിയറി നോക്കാം. The theory of absolute advantage. Adam Smith, the father of economics. Father of economics നമുക്കറിയാം, Adam Smith thought that the basis of international trade was absolute cost advantage. ഇതിൽ മെയിനായിട്ട് പറയുന്നത് absolute advantage തിയറി ആഡം സ്മിത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ബേസിസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് കോസ്റ്റ് അഡ്വാൻറ്റേജിലാണ്. Trade between two countries would be mutually beneficial if one country could produce one commodity at absolute advantage and the other countries could in turn produce another commodity at absolute advantage over the first. അതായത് രണ്ട് കൺട്രീസ് ട്രേഡിൽ ഏർപ്പെടുമ്പോൾ, ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ അതിന് മ്യൂച്വലി ബെനിഫിഷ്യൽ. ഈ മ്യൂച്വലി ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ രണ്ട് കൺട്രീസിനും ഗെയിൻ കിട്ടും, അല്ലെങ്കിൽ രണ്ട് കൺട്രീസിനും ബെനിഫിറ്റ് സംഭവിക്കും. എപ്പോഴാണ് രണ്ട് കൺട്രീസ് ട്രേഡിൽ ഏർപ്പെടുമ്പോൾ അതിന് ബെനിഫിറ്റ് കിട്ടുന്നത്? ഇഫ് വൺ കൺട്രി കുഡ് പ്രൊഡ്യൂസ് വൺ കമ്മോഡിറ്റി അറ്റ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. എപ്പോഴാണ് ഒരു കൺട്രി ഒരു കമ്മോഡിറ്റി അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? Absolute advantage refers to the ability of a party. പാർട്ടിയിൽ ഇൻഡിവിജ്വൽ ഉണ്ട്, ഫേം ഉണ്ട്, കൺട്രി ഉണ്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് കൺട്രി വെച്ച് പറയാം. ടു പ്രൊഡ്യൂസ് എ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് പ്രോഡക്റ്റ് ഓർ സർവീസസ് ദാൻ ദ കോമ്പറ്റീറ്റേഴ്സ് യൂസിങ് സെയിം എമൗണ്ട് ഓഫ് റിസോഴ്സസ്. അതായത് സെയിം എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് മെയിനായിട്ട് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുന്നത്. രണ്ട് കൺട്രി ഉണ്ട്, എ എന്ന കൺട്രി ബി
ബി എന്ന കൺട്രി ഉണ്ട്. രണ്ടിനും സെയിം എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഉണ്ടെങ്കിലും എ എന്ന കൺട്രി എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സാമ്പിളിന് എ എന്ന കൺട്രി 10 യൂണിറ്റ്സ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ബി എന്ന കൺട്രിയോ ആ സെയിം എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൊണ്ട് തന്നെ 7 യൂണിറ്റ്സ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ സിറ്റുവേഷനിൽ എ എന്ന കൺട്രിക്കാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ മെയിൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കാം. അതായത് രണ്ട് കൺട്രീസ് ഉണ്ട്, എ എന്നൊരു കൺട്രിയും ബി എന്നൊരു കൺട്രിയും ഉണ്ട്. ഈ രണ്ട് കൺട്രീസിലും വീറ്റും അതേപോലെ ഷർട്ടും, ഡബ്ല്യു എന്ന് വെച്ചാൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഷർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ മെയിൻ ആയിട്ട് ലേബർ ഹവേഴ്സിന്റെ ബേസിസിലാണ് പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കാം. 1 ഹവർ ഓഫ് ലേബറിന് എത്ര kgs ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എ എന്ന കൺട്രി 1 ലേബർ ഹവറിൽ 10 kgs ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബി എന്ന കൺട്രി 1 ലേബർ ഹവർ 1 അവർ കൊണ്ട് 6 kgs ഓഫ് വീറ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഷർട്ടിൻ്റെ കേസ് എടുക്കുവാണെങ്കിലോ, 1 ഹവർ കൊണ്ട് 4 പീസസ് ഓഫ് ഷർട്ടാണ് എ കൺട്രി മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അതേപോലെ ബിയോ 7 പീസസ് ഓഫ് ഷർട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? അതായത് എ എന്ന കൺട്രി 1 അവർ കൊണ്ട് 10 kgs ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബി എന്ന കൺട്രിയോ 1 അവർ കൊണ്ട് 6 kgs പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ ഷർട്ടിൻ്റെ കേസിൽ 1 അവർ യൂസ് ചെയ്തുകൊണ്ട് എ എന്ന കൺട്രി 4 ഷർട്ടേ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ബി എന്ന കൺട്രിയോ 7 പീസസ് ഓഫ് ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത്? വീറ്റിൻ്റെ കേസ് എടുക്കാം. വീറ്റിൻ്റെ കേസിൽ എ എന്ന കൺട്രി 1 അവർ കൊണ്ട് 10 kgs ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എ എന്ന കൺട്രിക്ക് വീറ്റിലാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ അല്ലേ? എ എന്ന കൺട്രിക്ക് വീറ്റിലാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. അതേപോലെ ഷർട്ടിൻ്റെ കേസിൽ എ എന്ന കൺട്രി 1 അവർ കൊണ്ട് 4 ഷർട്ടേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ബി എന്ന കൺട്രി 7 യൂണിറ്റ്സ് ഓഫ് ഷർട്ട്, അല്ലെങ്കിൽ 7 പീസസ് ഓഫ് ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ കേസിലോ, ഷർട്ടിൻ്റെ കേസിൽ ബി എന്ന കൺട്രിക്കാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. സോ ഈ കൺസെപ്റ്റാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എ എന്ന കൺട്രിക്ക് വീറ്റിലും അതേപോലെ ബി എന്ന കൺട്രിക്ക് ഷർട്ടിലുമാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ട്രേഡ് ബിറ്റ്വീൻ 2 countries വുഡ് മ്യൂച്വലി ബെനിഫിഷ്യൽ. എപ്പോഴായിരിക്കും മ്യൂച്വലി ആയിട്ട് ബെനിഫിഷ്യൽ സംഭവിക്കുന്നത്? 1 country കുഡ് പ്രൊഡ്യൂസ് 1 commodity അറ്റ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ എക്സാമ്പിളിൽ നോക്കിയ പോലെ തന്നെ ഒരു കൺട്രിയിൽ ഒരു കമ്മോഡിറ്റി അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. എ എന്ന കൺട്രിയിൽ വീറ്റിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആൻഡ് ദ അതർ കൺട്രി കുഡ് ഇൻ ടേൺ പ്രൊഡ്യൂസ് അനദർ കമ്മോഡിറ്റി അറ്റ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അനദർ കമ്മോഡിറ്റി ഏതാ? ഈ എന്ന കൺട്രി ഷർട്ടിൽ അതിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതാണ് മെയിൻ ആയിട്ട് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ദ പ്രിൻസിപ്പിൾ ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് യൂസിംഗ് ലേബർ ആസ് ഓൺലി ഇൻപുട്ട്. നമ്മളിപ്പോൾ നോക്കിയതാണ്, ലേബർ ബേസിസിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സിമ്പിൾ കമ്പാരിസൺ ഓഫ് ലേബർ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിസിലാണ് പറയുന്നത്. ഇതിൽ ലേബർ ആസ് ഓൺലി ഇൻപുട്ട് ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. It is possible for a nation to have no absolute advantage in anything. In that case, according to the theory, absolute advantage, no trade will occur with the other nation. ഇതിൽ എന്താ പറയുന്നത്? അതായത് നമ്മൾ ഇപ്പം നോക്കിയ എക്സാമ്പിളിൽ 2 കൺട്രീസ് ഉണ്ട്. എ എന്ന കൺട്രിയും ബി എന്ന കൺട്രിയും ഉണ്ട്. എ എന്ന കൺട്രിക്ക് വീറ്റിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ബി എന്ന കൺട്രിക്കോ ഷർട്ടിലാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. പക്ഷേ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇങ്ങനെ നോക്കാം. 2 കൺട്രീസ് ഉണ്ട്, എ അതേപോലെ തന്നെ ബി. സപ്പോസ് എ എന്ന കൺട്രിയുടെ വീറ്റ് പ്രൊഡക്ഷൻ എത്രയാണ്? പെർ ലേബർ ഹവറിന് 10 kgs വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഷർട്ടോ 7 യൂണിറ്റ് ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബി എന്ന കൺട്രി പെർ ലേബർ ഹവറിന് 6 kg വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ ഷർട്ടോ 5 ഷർട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? അതായത് എ എന്ന കൺട്രിക്കാണ് വീറ്റിലും അതേപോലെ തന്നെ ഷർട്ടിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. ബി എന്ന കൺട്രിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടോ? ബി എന്ന കൺട്രിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് 2 ഗുഡ്സിലും ഇല്ല. കാരണം 1 ലേബർ ഹവർ കൊണ്ട് വീറ്റ് 10 kg എ എന്ന കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ബി എന്ന കൺട്രി 6 kg പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേ 1 അവർ കൊണ്ട് ഷർട്ട് 7 യൂണിറ്റ്സ് ഓഫ് ഷർട്ട് എ എന്ന കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 5 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആഡം സ്മിത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ ഫസ്റ്റ് നോക്കിയ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ 2 കൺട്രീസ് ഉണ്ട്. 2 കൺട്രീസിലും ഓരോ കൺട്രിക്കും ഓരോ പ്രോഡക്റ്റിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷനിൽ 2 കൺട്രീസ് ഉണ്ട്. പക്ഷേ ഒരു കൺട്രിക്ക് മാത്രമാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് 2 പ്രോഡക്ട്സിലും ഉള്ളത്. വീറ്റിലും അതേപോലെ ഷർട്ടിലും എ എന്ന കൺട്രിക്ക് മാത്രമാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. ബി എന്ന കൺട്രിക്ക് 2 ഗുഡ്സിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ല. ഇങ്ങനെ വന്ന സിറ്റുവേഷനിൽ ആ കൺട്രി എന്തായിരിക്കും? അവിടെ ട്രേഡ് ഒക്യൂർ ചെയ്യില്ല.
അതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ ആഡം സ്മിത്ത് പറയുന്നത്. നോ ട്രേഡ് വിൽ ഒക്യൂർ വിത്ത് ദ അതർ നേഷൻ. ഇങ്ങനെ വന്ന സിറ്റുവേഷനിൽ ട്രേഡ് അവിടെ ഒക്യൂർ ചെയ്യില്ല. പക്ഷേ ഇവിടെ വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ആഡം സ്മിത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് എന്ന രീതിയിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്ന പോയിന്റ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് സ്പെസിഫിക് ഗുഡ് അറ്റ് എ ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ടേം വരുമ്പോൾ ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അസംഷൻ ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ആഡം സ്മിത്ത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ എന്തൊക്കെ അസംഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് എന്താ, ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ്. രണ്ട് കൺട്രീസ് തമ്മിലായിരിക്കണം ട്രേഡ് സംഭവിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താ, ടു കൺട്രീസ് ടു കമ്മോഡിറ്റീസ്. രണ്ട് കൺട്രീസും അതേപോലെ തന്നെ രണ്ട് കമ്മോഡിറ്റീസും മാത്രമായിരിക്കണം. നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. റിയൽ ലൈഫിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻക്യൂർ ആകും. ഇത് അസംഷന്റെ ബേസിസിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? കാരണം ഇത് പ്രൊഡക്ഷൻ എഫിഷ്യൻസിയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൺസിഡർ ചെയ്യാത്തത്. അടുത്ത പോയിന്റോ, കോസ്റ്റ് ഓഫ് ദ കമ്മോഡിറ്റീസ് വെയർ കമ്പ്യൂട്ടഡ് ബൈ ദ റിലേറ്റീവ് എമൗണ്ട് ഓഫ് ലേബർ പ്രൊഡക്ഷൻ പ്രോസസ്. ഇത് എങ്ങനെയാണ്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മളിപ്പോൾ നോക്കിയ പോലെ തന്നെ ലേബർ ഹവേഴ്സിന്റെ ബേസിസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലേബർ വാസ് മൊബൈൽ വിത്തിൻ ദ കൺട്രി ബട്ട് ഇമ്മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. ഈ പോയിന്റിൽ ലേബേഴ്സിന്റെ മൊബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും? ലേബർ വാസ് മൊബൈൽ വിത്തിൻ ദ കൺട്രി. വിത്തിൻ കൺട്രി എങ്ങനെയായിരിക്കും? ലേബേഴ്സ് ഫ്രീലി മൂവബിൾ ആയിരിക്കും. അതായത് വർക്കേഴ്സിന് എങ്ങനെയായിരിക്കും? അവരുടെ ജോബ്, ലൊക്കേഷൻ, ഇൻഡസ്ട്രീസ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇമ്മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. കൺട്രീസ് തമ്മിലോ അവർക്ക് നാഷണൽ ഇന്റർനാഷണൽ ബൗണ്ടറീസ് എന്തായിരിക്കും? എക്രോസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൽ പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. He assumed that any trade between two countries would take place if each of the two countries had an absolute lower cost in the production of one of the commodities. ഇതിപ്പോൾ നമ്മൾ നോക്കിയ പോലെ തന്നെയാണ്. രണ്ട് കൺട്രീസിനുള്ളിൽ ട്രേഡ് സംഭവിക്കണമെങ്കിൽ അവിടെ എങ്ങനെ ഇരിക്കണം? രണ്ട് കൺട്രീസിലും ഓരോ പ്രോഡക്ട്സിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് മെയിൻ ആയിട്ട് ആ എക്സാമ്പിൾ നോക്കിയാൽ മതി. വീറ്റിന്റെയും അതേപോലെ ഷർട്ടിന്റെയും എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ അടുത്ത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിനെ കുറിച്ച് നോക്കാം. അടുത്ത് പറയുന്ന തിയറിയാണ് ദ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പൊ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി നോക്കാം. ഡേവിഡ് റിക്കാർഡോ ഒബ്സർവ്ഡ് ദാറ്റ് ദ ട്രേഡ് വാസ് ഡ്രിവൺ ബൈ കമ്പാരിറ്റീവ് റാദർ ദാൻ അബ്സല്യൂട്ട് കോസ്റ്റ്. സോ ഇതിലെ പേര് നോട്ട് ചെയ്ത് വെക്കുക, ഡേവിഡ് റിക്കാർഡോ. One country may be more productive than other in all goods in the sense that it can produce any goods using fewer inputs than other countries required to produce the same good. ഇത് നമ്മൾ ലാസ്റ്റ് നോക്കിയ എക്സാമ്പിൾ പോലെ തന്നെയാണ്. അതായത് ഒരു കൺട്രിക്ക് മാത്രമാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. വീറ്റിന്റെ കേസിലും അതേപോലെ ഷർട്ടിന്റെ കേസിലും നമ്മൾ നോക്കിയായിരുന്നു. ആ സിറ്റുവേഷനിൽ ആഡം സ്മിത്ത് പറഞ്ഞത് അവിടെ ട്രേഡ് സംഭവിക്കില്ല എന്നാണ്. പക്ഷേ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത് ഒരു കൺട്രിക്ക് മാത്രം അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ട്രേഡ് നടത്താം. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. കൺട്രി വുഡ് സ്റ്റിൽ ബെനിഫിറ്റ് ഫ്രം ട്രേഡിംഗ് അക്കോർഡിംഗ് ടു ദ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഒരു കൺട്രിക്ക് മാത്രം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ഉണ്ടായാൽ പോലും നമുക്ക് അവിടെ ട്രേഡ് നടത്തുമ്പോൾ അവിടെ ബെനിഫിറ്റ് കിട്ടും. സ്റ്റിൽ ബെനിഫിറ്റ് ഫ്രം ട്രേഡിംഗ് അക്കോർഡിംഗ് ടു ദ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ അല്ലേ? അത് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കാം. Country A, 1 hour of labor can produce either 3 kg of steel or 2 shirt. അതായത് 1 hour labor കൊണ്ട് 3 kilogram steel പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിലോ 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കൺട്രി ബിക്കോ 1 hour of labor can produce either 1 kilogram of steel or 1 shirt. 1 hour കൊണ്ട് 1 kg സ്റ്റീലും അതേപോലെ തന്നെ 1 ഷർട്ടുമാണ് കൺട്രി ബിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. കൺട്രി എ ഈസ് മോർ എഫിഷ്യൻറ്റ് ഇൻ ബോത്ത് പ്രോഡക്ട്സ്. നമ്മളിത് ഫസ്റ്റ് നോക്കിയ ഒരു സിറ്റുവേഷൻ ആണ്. കൺട്രി എ എങ്ങനെയാണ്? കൺട്രി എക്ക് 1 hour കൊണ്ട് 3 kg സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കൺട്രി ബിക്കോ 1 hour കൊണ്ട് 1 kg സ്റ്റീൽ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൺട്രി എക്ക് സ്റ്റീലിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ ഷർട്ടിന്റെ കേസ് നോക്കിയാലോ. ഷർട്ടിന്റെ കേസിൽ 1 hour കൊണ്ട് 2 ഷർട്ട് കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൺട്രി ബിയോ 1 hour കൊണ്ട് ഒരു ഷർട്ടേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഈ സിറ്റുവേഷനിലും കൺട്രി എക്കാണ് ഷർട്ടിലും ബെനിഫിറ്റ് ഉള്ളത്. നമ്മൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി നോക്കുമ്പോൾ സപ്പോസ് ഒരു കൺട്രിയിൽ 2 പ്രോഡക്റ്റിനും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലോ ആ കൺട്രി ട്രേഡിൽ ഇൻക്ലൂഡ് ആകരുത് എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കാം. നൗ സപ്പോസ് കൺട്രി ബി ഓഫർ ടു സെൽ കൺട്രി എ 2 ഷർട്ട് ഇൻ എക്സ്ചേഞ്ച് ഓഫ് 2.5 kg ഓഫ് സ്റ്റീൽ. കൺട്രി ബി എന്താ ചെയ്യുന്നത്? കൺട്രി ബിക്ക് 2 പ്രോഡക്റ്റിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ കൺട്രി ബി ഓഫർ ചെയ്യുന്നു. എന്താ ഓഫർ ചെയ്യുന്നത്? 2.5 kg സ്റ്റീലിന്റെ എക്സ്ചേഞ്ചിന് വേണ്ടി 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അതാണ് ഇവിടെ പറയുന്നത്. കൺട്രി ബി എന്ത് ചെയ്യുന്നു, 2 ഷർട്ട് കൺട്രി എക്ക് വേണ്ടി എക്സ്പോർട്ട് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് 2.5 കിലോഗ്രാം ഓഫ് സ്റ്റീൽ എന്ത് ചെയ്യണം, കൺട്രി എ കൺട്രി ബിക്ക് കൊടുക്കണം. അതാണ് ഈ കൺസെപ്റ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ടു പ്രൊഡ്യൂസ് ദീസ് അഡീഷണൽ 2 ഷർട്ട് കൺട്രി ബി ഡൈവേർട്സ് 2 hours ഓഫ് വർക്ക് ഫ്രം പ്രൊഡ്യൂസിങ് 2 kg ഓഫ് സ്റ്റീൽ. ഇതിലെന്താ പറയുന്നത്, അതായത് 1 hour ഓഫ് ലേബർ ആണ് 1 kg ഓഫ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കൺട്രി ബി യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, 1 hour ഓഫ് ലേബർ. അതേപോലെ തന്നെയോ ഒരു ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ 1 hour ഓഫ് ലേബർ ആണ് കൺട്രി ബി യൂസ് ചെയ്യുന്നത്. പക്ഷെ കൺട്രി എനെ സംബന്ധിച്ച് നോക്കിക്കേ, കൺട്രി എ എങ്ങനെയാണ്, കൺട്രി എയിൽ 1 hour കൊണ്ട് 3 kg സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ 1 hour കൊണ്ട് തന്നെ 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ പറഞ്ഞേക്കുന്നത് കൺട്രി ബി എന്ത് ചെയ്തു, കൺട്രി ബി സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം ഡൈവേർട്ട് ചെയ്ത് അവിടെ ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് പറയുന്നത്. അതേപോലെ കൺട്രി എയോ, കൺട്രി എ ഡൈവേർട്ട് 1 hour ഓഫ് വർക്ക് ഫ്രം പ്രൊഡ്യൂസിങ് 2 ഷർട്ട്. ഇറ്റ് യൂസ് ദാറ്റ് hour ഓഫ് വർക്ക് ടു പ്രൊഡ്യൂസ് 3 additional kg ഓഫ് സ്റ്റീൽ. കൺട്രി എ എങ്ങനെയാണ്, കൺട്രി എക്ക് 1 hour കൊണ്ട് 3 kg സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാം. ആ 1 hour എന്ത് ചെയ്തു, അവർ അലോട്ട് ചെയ്ത് അഡീഷണൽ 3 kg ഓഫ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇത് നമ്മളൊരു ഡയഗ്രാം പോലെ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മളത് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. കൺട്രി എ അതേപോലെ തന്നെ കൺട്രി ബി സ്റ്റീൽ എങ്ങനെയാണ്, സ്റ്റീൽ 3 kg പെർ ഹവറിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെയോ ഷർട്ടോ 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൺട്രി ബിയോ, കൺട്രി ബി 1 kg ഓഫ് സ്റ്റീലും 1 ഷർട്ടുമാണ് പെർ ഹവറിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺട്രി ബി എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രി ബി 2 ഷർട്ടിന് വേണ്ടി 2.5 kg സ്റ്റീൽ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ നോക്കിയ സിറ്റുവേഷൻ തന്നെയാണ്. ഇതിലിരുന്ന് 2 കൺട്രിക്കും എങ്ങനെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത് അത് നമ്മളിപ്പോൾ നോക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കൺട്രി എയുടെ ബെനിഫിറ്റ് നോക്കാം. കൺട്രി എ എങ്ങനെയാണ്, കൺട്രി എ 1 hour കൊണ്ട് 3 kg ഓഫ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യും. 2 hours കൊണ്ടോ, 2 hours കൊണ്ട് 6 kg. ഈ 2 hours എങ്ങനെയാണ് പറയുന്നത്, അതായത് കൺട്രി ബി 1 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ 1 hour എടുക്കും. 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 2 hours ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രി എ 2 hours യൂസ് ചെയ്ത് സ്റ്റീൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്തു. ഈ 6 kg ഓഫ് സ്റ്റീലിൽ നിന്ന് 2.5 kg ഓഫ് സ്റ്റീൽ എന്ത് ചെയ്തു, കൺട്രി ബിക്ക് വേണ്ടി കൺട്രി എ കൊടുത്തു. 3.5 kg ആണ് റിമൈനിങ് ഉള്ളത്. ഇപ്പം കൺട്രി എയുടെ കയ്യിൽ കറന്റ് എന്നാ ഉള്ളത്, 3.5 kg ഓഫ് സ്റ്റീലും അതേപോലെ എത്ര ഷർട്ട് ഉണ്ട്, 2 ഷർട്ട് ഉണ്ട്. ഓക്കെ അല്ലേ, ഇത് കൺട്രി എക്ക് ബെനിഫിറ്റ് ആണോ, അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കൺട്രി എക്ക് 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഹവേഴ്സ് എടുക്കും, 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 1 hour എടുക്കും. ഓക്കെ അല്ലേ, അതിൽ ഡൗട്ട് ഉണ്ടോ, കൺട്രി എക്ക് 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 1 hour ആണ്. 1 hour കൊണ്ട് 3 kg ഓഫ് സ്റ്റീലാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് 0.5 kg ഓഫ് സ്റ്റീലും കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ, ഇതാണ് മെയിൻ കൺസെപ്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. കൺട്രി എ 3 kg ഓഫ് സ്റ്റീല് പെർ ലേബർ ഹവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ 2 ഷർട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ കൺട്രി എ ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഓൺലി സ്റ്റീൽ മാത്രമാണ് 2 hours കൊണ്ട് 6 kg ഓഫ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 2.5 kg ഓഫ് സ്റ്റീല് കൺട്രി എ കൺട്രി ബിക്ക് കൊടുത്തു. ഓക്കെ അല്ലേ, അത് ഓഫർ ചെയ്ത പോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് എത്രയാണ്, 3.5 kg ഓഫ് സ്റ്റീലാണ് ബാക്കി ഉള്ളത്. ഇത് ക്ലിയർ അല്ലേ. ഇപ്പം കൺട്രി എയുടെ കയ്യിൽ കറന്റ് എന്നാ ഉള്ളത്, 6 kgയിലിരുന്ന് 2.5 kg കൊടുത്തിട്ട് 3.5 kg സ്റ്റീൽ മാത്രമാണ് കൺട്രി എയുടെ കയ്യിലുള്ളത്. അതേപോലെ 2 ഷർട്ട്, ഈ 2 ഷർട്ട് എങ്ങനെയാണ്, 2 ഷർട്ട് കൺട്രി ബി പ്രൊഡ്യൂസ് ചെയ്ത 2 ഷർട്ട് കൺട്രി എക്ക് കൊടുത്തു, ഓഫർ ചെയ്ത പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കൺട്രി എയുടെ കയ്യിൽ 2 ഷർട്ടും അതേപോലെ തന്നെ 3.5 കിലോഗ്രാം ഓഫ് സ്റ്റീലും ഉണ്ട്. അതിനുവേണ്ടി എത്ര ഹവേഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്, 2 hours. കാരണം എന്നാ, 2 hours യൂസ് ചെയ്താണ് 6 kg ഓഫ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്തത്. 2 hours കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത 6 kg ഓഫ് സ്റ്റീലിൽ ഇരുന്ന് 2.5 കിലോഗ്രാം ഓഫ് സ്റ്റീല് കൺട്രി ബിക്ക് കൊടുത്തു. ബാക്കിയുള്ളതാണ് 3.5 kg. അതിന് പകരമായിട്ട് കൺട്രി ബി 2 ഷർട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. 1 hour കൊണ്ട് നമ്മൾ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എത്ര kg ഓഫ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യും, 3 kg ഓഫ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യും. 1 hour കൊണ്ട് ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എത്ര ഷർട്ട് കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യും, 2 ഷർട്ടാണ് കൺട്രി എ 1 hour കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ മൊത്തത്തിൽ തന്നെ 2 hours കൊണ്ട് മാക്സിമം കൺട്രി എക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, 3 kg ഓഫ് സ്റ്റീലും അല്ലെങ്കിലോ 2 ഷർട്ടുമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സിറ്റുവേഷനിൽ കൺട്രി എക്ക് 2 hours യൂസ് ചെയ്തത് കൊണ്ട് തന്നെ 2 ഷർട്ട് കിട്ടി, അഡീഷണൽ ആയിട്ട് 0.5 കിലോഗ്രാം ഓഫ് സ്റ്റീലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇതാണ് മെയിൻ കൺസെപ്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒന്നും കൂടെ വായിച്ചു നോക്കിയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും.
കൺട്രി ബി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൺട്രി ബി 1 അവർ കൊണ്ട് 1 kg ഓഫ് സ്റ്റീലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 1 kg ഓഫ് സ്റ്റീലാണ് 1 അവർ കൊണ്ട് കൺട്രി ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെയോ 1 ഷർട്ട് അല്ലേ 1 അവർ കൊണ്ട് കൺട്രി ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്തു? ഈ സിറ്റുവേഷനിൽ കൺട്രി ബി 2 hours കൊണ്ട് എത്ര kg സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു? 2 kg സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിലോ 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. കൺട്രി ബി 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഈ 2 ഷർട്ടും എന്ത് ചെയ്തു? കൺട്രി എക്ക് വേണ്ടി ഓഫർ ചെയ്തു. കൺട്രി എക്ക് വേണ്ടി ഈ 2 ഷർട്ട് ട്രേഡ് ചെയ്തു. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ കൺട്രി ബിയുടെ ഇപ്പൊ കറന്റ്ലി ഉള്ള ബെനിഫിറ്റ് എന്താണ്? കൺട്രി എ കൺട്രി ബിക്ക് വേണ്ടി 2.5 kg ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്. 1 അവർ കൊണ്ട് കൺട്രി ബി സ്റ്റീൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ 1 kg സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 2 hours കൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കൺട്രി ബിക്ക് 2 kg ഓഫ് സ്റ്റീൽ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സിറ്റുവേഷനിലോ ഈ ട്രേഡ് ചെയ്തത് വഴി കൺട്രി ബിക്ക് അഡീഷണൽ ആയിട്ട് കൺട്രി എ പോലെ തന്നെ 0.5 kg ഓഫ് സ്റ്റീൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മെയിൻ കൺസെപ്റ്റ് ആയിട്ട് ഇതിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സെയിം നമ്പർ ഓഫ് ഷർട്ട് ഈസ് പ്രൊഡ്യൂസ്. കൺട്രി എ പ്രൊഡ്യൂസ് 2 fewer ഷർട്ട് ബട്ട് കൺട്രി ബി പ്രൊഡ്യൂസ്. കൺട്രി ബി എന്താ ചെയ്ത്? അഡീഷണൽ ആയിട്ട് 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്തു. However, more steel is now produced than before. Country A produced 3 additional kg of steel, while Country B reduced its steel output by 2 kg. ഇതിൽ എന്താ പറയുന്നത്? കൺട്രി എ അഡീഷണൽ ആയിട്ട് 3 kg കൂടെ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് 6 ആകുന്നത്. ഓക്കെ അല്ലേ? കൺട്രി ബി അവിടെ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദ എക്സ്ട്രാ കിലോഗ്രാം ഓഫ് സ്റ്റീൽ ഇസ് എ മെഷർ ഓഫ് ഗെയിൻ ഫ്രം ട്രേഡ്. കൺട്രി എക്കും കൺട്രി ബിക്കും കിട്ടുന്ന എക്സ്ട്രാ കിലോഗ്രാം ഓഫ് സ്റ്റീല് ട്രേഡിന്റെ ബെനിഫിറ്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ്, ബിക്കോസ് ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ട്രേഡ് റൈസസ് ദ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ബോത്ത് ദ കൺട്രീസ്. ഇതിലെന്താ പറയുന്നത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വഴി ട്രേഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് രണ്ട് കൺട്രീസിന്റെയും ഇംപ്രൂവ് ചെയ്യുന്നു. ഡഗ്ലസ് എർവിൻ 2009 കോൾസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഗുഡ് ന്യൂസ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. പേരും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഗുഡ് ന്യൂസ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Even if a developing country lacks an absolute advantage in any field, it will always have a comparative advantage in the production of some goods and will trade profitability with the advanced economies. ഇതിൽ എന്താ പറയണത്? ആഡം സ്മിത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറഞ്ഞത് രണ്ട് കൺട്രീസിനും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. സപ്പോസ് ഒരു കൺട്രിയിലെ പ്രോഡക്റ്റിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ ആ കൺട്രി ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു കൺട്രിക്ക് അതിന്റെ പ്രോഡക്റ്റിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അതാണ് മെയിൻ ആയിട്ട് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എങ്ങനെയായിരിക്കും? ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരിക്കും. നമ്മളിപ്പോൾ നോക്കിയ പോലെ തന്നെ കൺട്രി ബിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് രണ്ട് പ്രോഡക്റ്റിലില്ല, സ്റ്റീലിലും ഇല്ല, ഷർട്ടിലും ഇല്ല. കൺട്രി എക്കാണ് രണ്ട് പ്രോഡക്റ്റിലും ഉള്ളത്, രണ്ട് ഗുഡ്സിലുള്ളത്. പക്ഷേ അവിടെ ട്രേഡ് നടത്തുമ്പോൾ രണ്ട് കൺട്രീസിനും ബെനിഫിറ്റ് ആണ് സംഭവിക്കുന്നത്. ഇത് കഴിഞ്ഞ് മെയിൻ ആയിട്ട് ഒരു മോഡേൺ തിയറിയും അതിൻ്റെ ഡിഫറൻസിനൊക്കെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം ഇതുവരെ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.